ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള സാരി കളക്ഷൻ നിങ്ങളും കൂടി അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അധികം സാരി ഒന്നും എൻ്റെ കയ്യിലില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ എല്ലാം എൻ്റെ ഫേവറേറ്റ് സാരീസാണ്. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരിയാണ്. നല്ല ലൈറ്റ് പിൻപറ്റി രണ്ട് മുന്താണി വരുന്നത്. ഞാൻ ഒറ്റ തവണ ഉടുത്തിട്ടുള്ളൂ, പക്ഷെ എനിക്കിഷ്ടമായി. അത് കൊടുത്തിട്ടുള്ളൊരു പിക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. നോക്കിയിട്ട് ഈ കല്യാണ സാരി വേണം. ഈ റെഡ് കളർ സാരി ആണ് കല്യാണ സാരി വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഈ സാരി എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് സാരിയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ല നമ്മുടെ കല്യാണ സാരി എന്ന് പറയുന്നത്. പിന്നെ ഇത് കല്യാണത്തിന് എനിക്ക് അവിടെ എടുത്ത സാരികളിലൊന്നാണ്. ഒരു നോർമൽ പ്ലെയിൻ സാരി, അന്നത്തേക്ക് ഒരു ട്രെൻഡിങ് ക്ലോത്താണ്. പക്ഷെ ഇപ്പോൾ അത് അത്ര അങ്ങോട്ട് ഓടുന്നില്ല. പിന്നെ അടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാം ഏകദേശം ഒരേ കളറാണല്ലേ. ഇതും എനിക്ക് അവിടെ കല്യാണത്തിന് എടുത്തതാണ്. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അനിയൻ്റെ കല്യാണമായിരുന്നു. അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ലൊരു കളറാണ്. പിങ്കും ഒരു റോസും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കളറാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ ഫേവറേറ്റ് സാരികളൊന്നുണ്ട്. ഈ റോസ് കളർ ബ്ലൗസാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എടുത്ത സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ഡെലിവറിക്ക് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ കല്യാണ സാരി തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് അപ്പോൾ വേറെ സാരി ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് അപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാരി ആയിരുന്നു. ഇപ്പോഴൊന്നും അത്ര കണ്ട് ആരടുത്തും കാണാറില്ല. ഈ സെയിം കളർ ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. ഇത് മോളുടെ 90-ന് ഞങ്ങൾ എടുത്ത സാരിയാണ്. ഇതിന് സെറ്റ് സാരി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ബോർഡറാണ് വരുന്നത്. തന്നെ നല്ല രസമുള്ളൊരു റെഡ് ബോർഡും അതിൽ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവേഴ്സുമായിട്ട് നല്ല രസത്തിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അത് നല്ലൊരു മാമ്പഴ പച്ച അല്ലേ, മാമ്പഴ മഞ്ഞ ആൻഡ് പച്ച നല്ല ഭംഗിയില്ല കാണാനും. ഇത് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ. അതിൻ്റെ ബ്ലൗസ് പച്ചയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളർ കോമ്പിനേഷൻ. പിന്നെ വരുന്നൊരു സാരിയാണ് ഇതിട്ടാ. ഇതെന്ന് വെച്ചാൽ സനാൻ്റെ അനിയത്തി ചെറിയച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഈ സാരി ഇതിൻ്റെ ഫേവറേറ്റ് സാരികളിലൊന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ചന്ദന കളറും ഗ്രീൻ ബോർഡറും കൂടി വരുന്നു. ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ട്രെൻഡിങ് ഇതായിരുന്നു. ആ ടൈമിൽ ഇങ്ങനത്തെ സാരികൾ കൂടുതലുമായിട്ട് എല്ലാവരുടെ കയ്യിൽ കണ്ടിരുന്നു. നമ്മുടെ കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ രണ്ട് കളറിൽ വരും. അവരൊന്നും കൂടി നല്ല ക്വാളിറ്റിയുള്ള നല്ല റേറ്റിൻ്റെ സാരിയാണ്. എനിക്ക് വന്ന് അതേ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ചെറിയച്ഛൻ്റെ മോളെ കല്യാണത്തിന് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാൺ സിൽക്സിൽ പോയിട്ട് കോഴിക്കോട് നിന്ന് എടുത്താണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്ര റേറ്റൊന്നുമില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇതിൻ്റെ മുന്താണിയാണ് വരുന്നത്. പക്ഷെ ഞാനിതും ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. നമുക്ക് കൊടുക്കാൻ അങ്ങനെ ഫങ്ഷൻസൊക്കെ വരുമ്പോഴല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വേറെ സാരി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഫേവറേറ്റ് സാരികളിലൊന്നാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ബനാറസി സാരി. അപ്പോൾ ആ ലെവലിലൊന്നാണ്. ഇപ്പോൾ അടുത്തെടുത്തതാണ്, അധികമായിട്ടില്ല. അതിന് പച്ച ബോർഡർ വന്നിട്ട് പച്ച ബ്ലൗസുമാണ് വരുന്നത്. മുന്താണിയൊക്കെ പച്ച കളറിൽ കണ്ട നല്ല കുഴപ്പമില്ല. ഞാൻ എനിക്ക് ഇതേമാതിരി ഷോപ്പിൽ പോയപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി എടുത്തതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു. അവളുടെ ആങ്ങളുടെ കല്യാണത്തിന് എനിക്ക് എടുത്തുന്ന സാരിയാണ്. അവരൊക്കെ ആയിട്ട് എടുത്തു വരുമല്ലോ, അങ്ങനെ എടുത്താണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നു. നല്ലൊരു ബ്ലൂ, സ്കൈ ബ്ലൂ വിത്ത് യെല്ലോ, ബ്ലൗസ് ഈ കളറിൽ നല്ല ഭംഗി. എടുത്തിട്ട് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല പാരറ്റ് ഗ്രീനാണ്.
വിത്ത് റോസ്, നല്ല റോസ് കണ്ട. ഇതും എൻ്റെ ഫേവറേറ്റ് സാരികളിൽ ഒന്നാണ്. പക്ഷെ കൂടുതലായിട്ടൊന്നും ഉടുത്തിട്ടില്ല. നല്ല സിൽക്കിൽ വരുന്ന സാരി. ഇതും ഒരു ബനാറസി ടൈപ്പ് സാരിയാണ്. ഇതും ഇതേപോലെ ഒരു ഫങ്ഷൻ വന്നപ്പോഴെങ്ങാനും എടുത്തതാണ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. റീസെൻ്റ്ലി എടുത്തത് തന്നെയാണിത്. കണ്ടില്ലേ, പ്ലെയിൻ ഫുള്ള് ഈ കളർ തന്നെയാണ് വരുന്നത്. ബ്ലൗസും ഈ കളറിൽ തന്നെ വരുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനിലൊന്ന്, ബ്ലാക്ക് വിത്ത് റെഡ്. ഇത് ഞാൻ ഷോപ്പിൽ ഇതേമാതിരി പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും നോക്കില്ല, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഏതായാലും ഒരു ഫങ്ഷൻ വരുന്നുണ്ടായിരുന്നു, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ലൈറ്റ് വെയ്റ്റാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോസിൽ. നമ്മുടെ കല്ലിടലിൻ്റെ അന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് എടുത്തതായിരുന്നു. വളരെ റേറ്റ് കുറവാണ്, 300 സംതിങ്ങേ വരുന്നുള്ളൂ. ഇതും നല്ല ലൈറ്റ് വെയ്റ്റാണ്, നമുക്ക് ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. ഉടുത്തിട്ട് നടക്കാനും അത്ര ഒരു ഭാരം നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സാരി കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഏത് കളറാണ് കൂടുതൽ ഇഷ്ടമായതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതേപോലത്തെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.